ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹോസ്പിറ്റൽ വ്ലോഗാണ് കേട്ടോ. ഡിസംബർ 1 പോയതാണ്. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. 2 ദിവസം മുന്നേ ഡോക്ടറെ കാണിച്ചിരുന്നു, യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട്. ഇപ്പോൾ ഇത് തുടർച്ചയായി വരാൻ തുടങ്ങിയിട്ട് 6 വർഷമായി കേട്ടോ. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ അപ്പം മാറും, പിന്നെയും 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെയായിട്ട് ആകെ മടുത്തു. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഹോമിയോയിലാണ്. ചെറുതുരുത്തി തന്നെയുള്ള ഗവൺമെൻറ് ഹോമിയോ ആണ് കേട്ടോ. എനിക്ക് ഹോമിയോ മരുന്ന് നല്ല ഫലപ്രദമായി തോന്നിയിട്ടുണ്ട്. ആയുർവേദം കഴിക്കാൻ കഴിയില്ല, അത് വെച്ച് നോക്കുമ്പോൾ ഹോമിയോ ആണ് നല്ലത്. എനിക്ക് കഷായം ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വള്ളുവനാട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് കേട്ടോ. രാവിലെ 8:30 ഇറങ്ങിയിട്ട് ഇല്ലെങ്കിൽ നല്ല തിരക്കാവും. കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട്. അപ്പോൾ റിസപ്ഷനിൽ പോയി ചോദിച്ചപ്പോൾ സ്കാനിങ്ങിൻ്റെന് 42ാമത്തെ റൂമിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അവിടെ കാണിച്ചു. അങ്ങനെ അവർ ബിൽ പേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബില്ല് കയ്യിൽ തന്നു. പിന്നെ 300 ഞാൻ GPay ആണ് ചെയ്യുന്നത്. ഇത് 420 ഉണ്ട്. രൂപയായിട്ടോ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും റിസപ്ഷൻ്റെ അവിടെയുള്ള ക്യാഷ് കൗണ്ടറിൽ വന്ന് ബില്ല് പേ ചെയ്തു. എന്നിട്ട് അതെല്ലാം കൂടി സ്കാനിങ് റൂമിൽ കൊണ്ട് കൊടുത്തു. അവിടെ വെയിറ്റ് ചെയ്തു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാനും മോളും കൂടിയാണ് പോയത്. കുറച്ച് നേരം ഇരുന്നു, പിന്നെ വിളിച്ചു കേട്ടോ. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയിട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് ഡോക്ടറെ കാണിച്ചത്. അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ലെഫ്റ്റ് ഓവറി ബൾക്കായിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ PCOD തുടക്കമായിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ പെൽവിസിൽ ഫ്ലൂയിഡിൻ്റെ പ്രോബ്ലം കൂടിയുണ്ട്. കൂടാതെ യൂറിൻ ഇൻഫെക്ഷനും നല്ല കൂടുതലാണ്. മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.